ദക്ഷന്റെ പുത്രി സതി ദേവി അഗ്നിയിൽ സ്വയം ജീവത്യാഗം ചെയ്തു. ശിവൻ ദുഃഖത്തിൽ മുഴുകി ലോകകാര്യങ്ങളിൽ നിന്ന് അകന്ന് കൈലാസത്തിൽ തപസ്സിലായിരുന്നു. ഹിമവാൻ രാജാവിന്റെയും മേനാവതി രാജ്ഞിയുടെയും മകളായ പാർവതി ദേവിയായി സതി പുനർജനിച്ചു. പാർവതി ദേവി ബാല്യത്തിൽ മുതൽ ശിവനെ ഭർത്താവായി ആഗ്രഹിച്ചു. പക്ഷേ ശിവൻ ലോകമെങ്ങും മറന്ന തപസ്സിലായിരുന്നു. അവൾക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് നേടാൻ പ്രയാസമായിരുന്നു. കാമദേവൻ ശിവന്റെ ഹൃദയത്തിൽ സ്നേഹം ഉണർത്താൻ ശ്രമിച്ചു. പക്ഷേ ശിവൻ കോപാകുലനായി കാമദേവനെ ചുട്ടുചാരമാക്കി. ശിവന്റെ സ്നേഹം നേടാൻ പാർവതിദേവി കഠിനമായ തപസ്സു ചെയ്തു. വർഷങ്ങൾക്കുശേഷം അവളുടെ ഭക്തി പരീക്ഷിക്കാൻ ശിവൻ ഒരു മുനിയുടെ വേഷത്തിൽ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പാർവതിയെ പരീക്ഷിച്ചു. എന്തിന് ശിവനെപ്പോലുള്ള വനവാസി ശ്മശാനവാസിയെ ഭർത്താവായി ആഗ്രഹിക്കുന്നു? എന്നാൽ പാർവതി ശിവനെ പരമപുരുഷനായും ഉത്തമ ഭർത്താവായും പ്രഖ്യാപിച്ചു. അവളുടെ അചഞ്ചലമായ ശ്രദ്ധയും ശുദ്ധമായ ഭക്തിയും കണ്ട് ശിവന്റെ ഹൃദയം മൃദുവായി. അവസാനം ശിവൻ പാർവതിയെ അംഗീകരിച്ചു. ദേവതകളും ഋഷികളും സാക്ഷിയായി ശിവപാർവതി വിവാഹം നടന്നു. ശിവപാർവതിയുടെ ദിവ്യ വിവാഹം നടന്നത് ശിവരാത്രി ദിവസം ആയിരുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അതിജീവനം, ത്യാഗവും ശുദ്ധമായ ഭക്തിയും ദൈവികമായ അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാണ്.